ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ചീസി ഓംലെറ്റ് ആയിട്ടാണ്. ഞാൻ നേരത്തെ പ്രോമിസ് ചെയ്തിരുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ അതിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. ആവശ്യമായത് 2 മുട്ട, കുറച്ച് മൊസറേല ചീസ്, കുറച്ച് തക്കാളി, കുറച്ച് ക്യാരറ്റ്, സവോള അരിഞ്ഞത് കുഞ്ഞതായിട്ട് അരിഞ്ഞത്, ഉപ്പ്, കുരുമുളക്, ഇറ്റാലിയൻ സീസണിങ്, കുറച്ച് പച്ചമുളക്. ആദ്യം 2 മുട്ട എടുത്ത് പൊട്ടിച്ച് നമുക്ക് നല്ലപോലെ അടിച്ചെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് സവോള അരിഞ്ഞത്, സവോളയോ ചെറിയുള്ളിയോ വേണമെങ്കിൽ ഇടാം, പിന്നെ കുറച്ച് തക്കാളി, ഉപ്പ്, കുറച്ച് കുരുമുളക്, കുറച്ച് ക്യാരറ്റ് കുഞ്ഞായിട്ട് അരിഞ്ഞത്, പിന്നെ കുറച്ച് മുളക്, ഒരു പകുതി മുളക് മതിയായിരിക്കും. ഇത്രയും കൂടെ ചേർത്ത് നല്ലപോലെ അടിച്ചെടുക്കുക. ഉപ്പ് ആവശ്യത്തിനുണ്ടോ എന്നുള്ള ടേസ്റ്റ് ചെയ്ത് നോക്കാം. അതിനുശേഷം ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണോളം പാൽ ഒഴിക്കുന്നുണ്ട്. അത് ഒഴിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാൽ നമ്മൾ സാധാരണ നോർമൽ ഓംലെറ്റ് എടുക്കുമ്പോൾ ഇത്തിരി പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ മുട്ട നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പാൽ ഒഴിച്ചിരിക്കുന്നത്. എന്നിട്ട് പാൻ ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ച് ആ മുട്ടയുടെ മിക്സ് ഇതിലേക്ക് ഒഴിക്കുക. ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് എടുത്ത് കമിഴ്ത്തി ഇടുക. സൂക്ഷിച്ച് ചെയ്യണം, കാര്യം നമ്മൾ പാൽ ഒഴിച്ചുകൊണ്ട് നല്ല മുട്ട നല്ല സോഫ്റ്റാണ്. സൂക്ഷിച്ചിട്ടാൽ നല്ലതായിരിക്കും. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ടാൽ മതി. അപ്പോൾ തന്നെ തിരിച്ച് മറിച്ചിടുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന മോസറല്ല ചീസ്, പിന്നെ കുറച്ച് ഇറ്റാലിയൻ സീസണിങ്. ഇറ്റാലിയൻ സീസണിങ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഒറിഗാനോടെ ഉണ്ടെങ്കിൽ അത് ഇട്ടാലും മതി. അല്ല, ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ചീസ് ഒന്ന് ഇടുക. ചീസ് ഇടാൻ നേരത്ത് നമുക്ക് വേണമെങ്കിൽ മൊസറല്ല ചീസും ഷെഡാർ ചീസും കൂടെ മിക്സ് ചെയ്തിടാം. മൊസറല്ല ചീസ് മാത്രമായാലും നല്ലതായിരിക്കും. ഞാനിപ്പോൾ മൊസറല്ല ചീസ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ പിസ്സ ചീസ് ഇല്ലേ, അതാണ് ഇട്ടിരിക്കുന്നത്. പിസ്സ ചീസ് ഇട്ടുകൊണ്ടാണ് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ പിസ്സ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ വരത്തില്ല, അതേപോലെ ഇങ്ങനെ വരുന്നത്. ഇനി നമുക്ക് ഒരൊറ്റ മുട്ടയിൽ മാത്രമായിട്ട് ഇതെങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് കാണിക്കുന്നത്. ഒരു മുട്ട എടുത്തിട്ട് അതിലേക്ക് നേരത്തെ ആഡ് ചെയ്ത വെജിറ്റബിൾസ് എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. ഉപ്പ് ഇട്ടിട്ടുണ്ട്. കുരുമുളക് കുറച്ചാണ് ഇട്ടിരിക്കുന്നത്. കുഞ്ഞിന് കൊടുക്കാനുള്ളതുകൊണ്ട് കുറച്ച് മാത്രമേ കുരുമുളക് ഇട്ടിട്ടുള്ളൂ. ഇതിന് കട്ടി ഒരു മുട്ടയല്ലേ ഉള്ളൂ, അപ്പോൾ വലിയ കട്ടി കാണത്തില്ല. അപ്പം മറിച്ചിട്ട് പിന്നെ തിരിച്ചിട്ട് അതിൻ്റെ അത് ചീസ് ഇടേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒന്ന് കുക്കായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് ചീസിട്ട് കുറച്ച് ഇറ്റാലിയൻ സീസണിങ്ങോ അല്ലെങ്കിൽ ഒറിഗാനോയോ ഏതെങ്കിലും പിള്ളേരുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് വേറെ എന്തെങ്കിലും ഫ്ലേവറിങ് ഇടാം. പിന്നെ ഞാൻ എൻ്റെ അകത്തിൽ കുറച്ച് കളർഫുള്ളായിട്ടിരിക്കാൻ വേണ്ടി കുറച്ച് ഒലിവ്സ് ഇട്ടിട്ടുണ്ട്. മറിച്ചിട്ട ശേഷം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റായ ബനാന ബീട്രൂട്ട് പുട്ടിൻ്റെ കൂടെയാണ് ഞാൻ അത് സെർവ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാവരും കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണേ. നല്ലത് ടേസ്റ്റി യമ്മി ഫുഡാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ഡിഷുമായി വരുന്നത് വരെ ബൈ.